ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഐറ്റമായിട്ട് വന്നേക്കണേ. അതിനായിട്ട് ആദ്യമായിട്ട് ദേ ഉഴുന്ന് നന്നായിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് ഈ രൂപത്തിൽ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ 1 സ്പൂൺ മൈദയും 1 നുള്ളു ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി അതിനകത്തേക്ക് ദേ ഈ കളറ് ചേർക്കണം. ഞാൻ മഞ്ഞ കളറാണ് ഇവിടെ ചേർക്കാൻ പോണേ. അത് ഇത് പൊടി രൂപത്തിലുള്ളതായതുകൊണ്ട് 1 നുള്ളു പൊടിയിൽ അല്പം വെള്ളത്തിൽ ചാലിച്ചിട്ട് ഞാൻ ഇതിനകത്തേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലായിടും ഈ മഞ്ഞ കളറിന്റെ അംശം വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഞാൻ പറഞ്ഞില്ലല്ലോ ഇനി ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണേന്ന്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വേറൊന്നുമല്ല, നമ്മുടെ കടകളിലൊക്കെ കിട്ടുന്ന ജിലേബി മിഠായി എന്ന് പറയും, തേൻ മിഠായി എന്ന് പറയും. അതെല്ലാം ചുവപ്പ് നിറത്തിലാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ ഇന്ന് എൻ്റെ കയ്യിൽ ചുവപ്പ് കളർ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മഞ്ഞ കളർ വെച്ചിട്ട് മഞ്ഞ തേൻ മിഠായി ഉണ്ടാക്കാൻ പോവുകയാണ്. അതൊന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഇവിടെ പഞ്ചസാര പാവ് കാച്ചണം. അതിന് വേണ്ടിയിട്ട് പഞ്ചസാര അല്പം എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് പഞ്ചസാര പാനി തയ്യാറാക്കാൻ വേണ്ടി കുറുക്കണം. അതിവിടെ ഒരു സൈഡിൽ നമുക്ക് കുറുക്കിക്കൊണ്ടിരിക്കാം. ഇനി നമുക്ക് വേറെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ വേറൊരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് അല്പം എണ്ണ ഒഴിക്കണം. ഇനിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോരോ ചെറിയ ബോൾസ് ആയിട്ട് നമ്മൾ ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ചെറിയ ബോൾസ് ആയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷെ ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ അത് പല പല ഷേപ്പായി പോയി. ചെറിയ ഷേപ്പ് ഒന്നുമല്ല, ഇച്ചിരി വലുതായി പോയി. എന്നാലും കുഴപ്പമില്ല, നമ്മളത് ഓരോരോ ബോൾസ് രൂപത്തിൽ ഇട്ട് കൊടുക്കണം. അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അത് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവണം. അതപ്പം നമ്മൾ പല പ്രാവശ്യമായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ല ഒരു ക്രിസ്പി രൂപത്തിലാക്കി എടുക്കണം. അങ്ങനെ വേണ്ടിയിട്ട് നമ്മളൊന്ന് തിളപ്പിച്ച എണ്ണ കിടന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ആക്കി ഇട്ട് കൊടുക്കണം. ഇതേ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യെ ഒന്ന് കോരി മാറ്റണം. കോരി മാറ്റിയിട്ട് നമ്മൾ വേറെ വയ്ക്കുമല്ല, ഇത് നേരെ കോരി നമ്മൾ എടുത്തിട്ട് നമ്മൾ അപ്പറെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിൽ ഇത് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കണം. ഒരുപാട് നേരം അതിൽ ഇട്ട് വെച്ചേക്കരുത്. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും പഞ്ചസാരത്തെ പാനി കയറത്തക്ക രീതിയിലൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കണം. ഇതാട്ടോ നമ്മുടെ മഞ്ഞ തേൻ മിഠായി. ഷേപ്പൊക്കെ പല രൂപത്തിലാണെങ്കിലും ടേസ്റ്റ് ഒക്കെ ഏകദേശം അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, സൂപ്പറാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്തേക്കും.